വടകര മുസ്ലിം ലീഗിൽ വിഭാഗീയത രൂക്ഷമാകുന്നു. രഹസ്യയോഗത്തെ ചൊല്ലി സാമൂഹിക മാധ്യമങ്ങളിൽ പോരുമുറുകി. കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത UDF RMP സംയുക്ത യോഗത്തിന് പിന്നാലെ ഒരു വിഭാഗം രഹസ്യയോഗം ചേർന്നതാണ് വിവാദമായത്. കഴിഞ്ഞ ദിവസം വടകരയിൽ ചേർന്ന രഹസ്യയോഗം കഴിഞ്ഞിറങ്ങുന്ന നേതാക്കളുടെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചാണ് ലീഗ് അണികൾക്കിടയിൽ പോരുമുറുകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കാൻ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വിലപേശാനാണ് യോഗം ചേർന്നതെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം. മുനിസിപ്പൽ ലീഗ് പ്രസിഡന്റ് NP അബ്ദുൽ ഹാജിയെ എതിർക്കുന്ന വിഭാഗമാണ് രഹസ്യയോഗം ചേർന്നത്. നഗരസഭാ പ്രതിപക്ഷ നേതാവും വടകര ടൗൺ ലീഗ് വൈസ് പ്രസിഡന്റുമായ VK അസീസിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. മുസ്ലിം ലീഗ് ഓഫീസുകൾ ഉണ്ടായിരിക്കെ യോഗത്തിന് ലോഡ്ജ് ഉപയോഗിച്ചത് ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണെന്നാണ് ഉയരുന്ന ആരോപണം. വടകര നഗരസഭയിൽ കഴിഞ്ഞ തവണ ലീഗ് വനിതാ അംഗങ്ങളാണ് കൂടുതൽ ജയിച്ചത്. ഇത്തവണ പുരുഷന്മാർക്ക് കൂടുതൽ സീറ്റുകൾ ഒഴിവുവരും. ഇത് മുൻകൂട്ടി കണ്ടുള്ള വിലപേശലിന്റെ ഭാഗമായാണ് യോഗം നടന്നത്. ഗ്രൂപ്പിസം സീറ്റ് വീതം വെപ്പിനെ ബാധിക്കുമെന്ന ആശങ്ക ലീഗിനുണ്ട്. ഇത് ഒരു വിഭാഗം നേതൃത്വത്തെ അറിയിച്ചു. ലീഗ് നിയന്ത്രണത്തിലുള്ള സ്കൂളിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ചില കൂറുമാറ്റങ്ങളും ഗ്രൂപ്പിസത്തിന് വഴിവെച്ചിട്ടുണ്ടെന്നാണ് അണികൾ പറയുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.